അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അത് ഉമ്മയും റിസ്വാൻ വക്കീലും കിച്ചണിലാണ്. അത് അതിഥികൾ വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. മോളെന്താ മുഖത്ത് എന്തൊരു സന്തോഷമില്ലാത്ത? ഇല്ലുമ്മ. ആ പിന്നെ പൊന്നു മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. മോൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രമേ വിവാഹം നടത്തുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും ഇനിയിപ്പോൾ ഉപ്പ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തൊക്കെ തന്നെയാലും നല്ല ദീനിയായ ആൾക്കാരല്ലേ, ഒന്ന് കണ്ടുവന്ന് പൊയ്ക്കോട്ടെ. എനിക്ക് മറ്റീനോട് എന്നെ കമ്പം, പക്ഷേ ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ പഠിച്ചോ കാത്ത തന്നെ ഞമ്മളല്ലേ ഉമ്മ. എനിക്കറിയാം എൻ്റെ മോൾ രക്ഷപ്പെടും. എൻ്റെ മോളെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ. എല്ലാവർക്കും നല്ല ഉപകാരങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുന്നതാണ് എൻ്റെ കുട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ പൊന്നുമോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. അങ്ങനെ അതാ ഉപ്പ അവരെ സ്വീകരിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കയറി ഇരിക്കി. ഇരിക്കി. ഒരുപാട് ദൂരം കണ്ടു പൊന്ന മോനെ. ഫ്ലൈറ്റിന് പോന്നൂടെയിരുന്നോ? അതുപ്പ ഫ്ലൈറ്റിന് പോരാൻ പിന്നെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും, അതും പിന്നെ സഫീറിന് ലോകം മുഴുവൻ ചുറ്റി കണ്ടു പോരാന്നുള്ളതന്നല്ലേ ഏറ്റവും വലിയത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം കണ്ടുകൊണ്ട് യാത്ര ചെയ്യുക, അതന്നല്ലേ ശരിയാണ് മോനെ. അതൊക്കെ ശരി തന്നെയാണ്. ഉപ്പയും അവരും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഉപ്പ പെട്ടെന്ന് അതാ അടുക്കളയുടെ ആ ഭാഗത്തേക്ക്. ഉമ്മയും വക്കീലും അവിടെ അടുക്കളയിൽ തന്നെയാണ്. മോളെ മോളെ ഋഷു. മോളെ അവരിങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായി? ഫുഡൊക്കെ റെഡിയായി. എന്താ ഇത് കൊണ്ടുപോയി കൊടുത്തേ. വന്ന ഉടനെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഉമ്മ ഉണ്ടാക്കിയ ഡ്രിങ്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അത് മോള് കൊണ്ടുപോയി കിടക്കണ്ട, അത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. കാരണം മോളെ ബുദ്ധിമുട്ടിക്കണ്ട. മോളെ ഉപ്പാൻ്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഉപ്പ ചെയ്യൂല കേട്ടോ. അത് ഉപ്പാൻ്റെ കൂട്ടുകാരാണെന്ന് വിചാരിച്ചാൽ മതി. ഉപ്പ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണോ അവരെ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ സ്നേഹം കണ്ട് അവൾക്ക് തന്നെ വല്ലാത്തൊരു സങ്കടമായിപ്പോയി. റബ്ബേ, എൻ്റെ ഉപ്പ എന്തിനെങ്ങനെ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നത് എന്ന് വരെ പറയുകയായിരുന്നു. എന്നാൽ ഈ സമയം ഉമ്മ ഒരുപാട് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് വന്ന ഉടനെ തന്നെയുള്ള ഡ്രിങ്ക് കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഫീറും ആഷി ഉസ്താദും അത് കുടിച്ചു. ഉപ്പയാണ് കൊണ്ടുവന്നത്. ഒരു നിമിഷം ആഷി ഉസ്താദ് സഫീറിനോടായിട്ട് പറഞ്ഞു, സഫീറേ, അതെ കൊണ്ടുവന്ന് പെണ്ണൊന്നല്ലോ. മിണ്ടാതിരിയടാ. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ തന്നെയാലും എൻ്റെ ശിഷ്യയാണ്, ഞാനാണ് വന്നതെന്ന് ഒരിക്കൽ പോലും ഓൾക്ക് അറിയുന്നുണ്ടാവില്ല. എന്തൊക്കെ തന്നെയാലും നല്ലൊരു സർപ്രൈസ് തന്നെയായിരിക്കും. എന്നാൽ ഈ സമയം ഉമ്മ പറയുകയാണ്, മോളൊന്ന് മാറ്റിയൊരുങ്ങിക്കേ. ഉമ്മ എന്തിനാ ഉമ്മ? ഉപ്പയുടെ കൂട്ടുകാരൊക്കെ വന്നതിന് ഞാൻ എന്തിനാ? പിന്നെ അത് മതി. അല്ലെങ്കിലും മാറ്റിയൊരുങ്ങിയില്ലെങ്കിലും അണിഞ്ഞൊരുങ്ങിയില്ലെങ്കിലും എന്താ പറയുന്നത് ഉമ്മയും മോളും കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ അങ്ങോട്ടെത്തി. അല്ലേ ഓളോട് ഡ്രസ്സൊന്നും മാറ്റാൻ വേണ്ട, അത് മതി. എൻ്റെ കുട്ടി മാറ്റിയില്ലെങ്കിലും ഒരുങ്ങിയില്ലെങ്കിലും എൻ്റെ കുട്ടി സുന്ദരി തന്നെയല്ലേ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം അങ്ങനെയൊക്കെ പറയാം. എന്നാലും അങ്ങനെയല്ലല്ലോ ഉപ്പ. അവൾക്ക് ചെറിയൊരു ഭയം മനസ്സിൽ തോന്നി. പൊന്നു മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്തൊക്കെ തന്നെയായാലും കുറച്ച് പലഹാരങ്ങൾ എല്ലാം പാത്രത്തിൽ ഉമ്മ വെച്ചു. മോളെ, എന്നാലേ ഈ ഒരു പലഹാരെങ്കിലും മോളൊന്ന് കൊണ്ടുപോയി കൊടുക്കുവോ? ഉമ്മ. ഉപ്പയുടെ മുഖത്തേക്ക് അവൾ ദയനീയമായി നോക്കി. വേണ്ട, ഓളെ കൊണ്ടുവരിപ്പിക്കണ്ട. അങ്ങനെ അതാ പലഹാരങ്ങളും ഉപ്പ തന്നെ കൊണ്ടുപോയി കൊടുത്തു. അവർ എല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നു. കാര്യമായിട്ടും അവരുടെ യാത്രകളെക്കുറിച്ചായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. മരുഭൂമിയിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവർ വന്നതിനെക്കുറിച്ച്. ഉപ്പ അവരോട് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഓരോന്ന് സംസാരിക്കുകയാണ്. എന്നാൽ ആഷി ഉസ്താദും സഫീറും എല്ലാം വിശദീകരിക്കുന്നു. എന്നാൽ സഫീറിനെ കണ്ടപാട് തന്നെ റിസ്വാനയുടെ ഉപ്പാക്ക് ആളെ നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല മോൻ്റെ പേരെന്താ? എൻ്റെ പേര് സഫീർ. മാഷാ അല്ലാ. ഓക്കെ. എങ്ങനെ യാത്രയൊക്കെ? ഒരുപാട് മരുഭൂമിയിലൂടെയൊക്കെയുള്ള യാത്രയല്ലേ. ഈജിപ്തിലെ ഒരു പുലർച്ചെയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. കെയ്റോ നഗരത്തിലെ ആകാശത്തിനന്ന് നല്ല തെളിച്ചമുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു അനുഭവമായിരിക്കുന്നു ഞങ്ങളും വിചാരിച്ച് ഫ്ലൈറ്റിനൊന്നും പോരാതെ അങ്ങനെ പോന്നു. മരുഭൂമിയിലെ വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു കഥ പോലെ തന്നെയാണ്. അവർ ഹൈവേയിലൂടെ പോയതും സുവൈസ് ഭാഗത്തേക്കുള്ള വലിയ റോഡിലൂടെ പോയതും അല്പസമയം കഴിഞ്ഞപ്പോൾ സുവൈസ് കനാൽ ദൂരത്ത് കാണാൻ തുടങ്ങിയതും ആ വലിയ കനാൽ നോക്കി സഫീർ പറഞ്ഞതും എല്ലാം അവിടെ ഉപ്പാക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇത്ര വലിയ കനാൽ മനുഷ്യനുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടൊക്കെയാണ്.
ശരിയാണ് മോനെ, ഒരുപാട് കാണാനുണ്ടല്ലേ? ആഷി ഉസ്താദ് പറഞ്ഞു. അതെ, ഈ ലോകത്തെ തന്നെ ബന്ധിപ്പിക്കുന്ന വലിയൊരു വഴിയാണത്. പിന്നീട് സിനായ് മരുഭൂമിയുടെ ഭാഗത്തേക്ക് പോയി. അവിടുത്തെ കാഴ്ചകളും വളരെയധികം വ്യത്യസ്തമായിരുന്നു. അവിടെയുള്ള മണൽക്കുന്നുകൾ, ചുവന്ന നിറമുള്ള പാറകൾ, ദൂരത്ത് കാണുന്ന ഒട്ടകങ്ങൾ എല്ലാം വളരെയധികം മനോഹരമായിരുന്നു. എന്തായാലും സഫീറിന് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സീറോ ഫില്ലർലി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണല്ലോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ നേരിട്ട് കാണുക. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബോറടിക്കില്ല ആ കാറിലൂടെയുള്ള യാത്ര ഇങ്ങനെ. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാറിന് ചെറിയൊരു പ്രശ്നമുണ്ടായി, എൻജിൻ ചൂടായി. അങ്ങനെ സഫീറായിരുന്നപ്പോൾ ഓടിച്ചിരുന്നത് കാറ് നിർത്തി. ചെറിയൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാറിൽ നിന്നൊക്കെ ഇറങ്ങി ചുറ്റും നോക്കുമ്പോൾ അവിടെ മുഴുവനായിട്ടൊരു നിശബ്ദതയാണ്, മണൽക്കാറ്റ് മാത്രം പോരുന്ന വഴിയിൽ. എന്നാൽ ആശ്വസ്ത ചിരിച്ചിട്ട് അപ്പം എന്നോട് പറഞ്ഞത്, അങ്ങനെ യാത്രയിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലെങ്കിൽ അത് യാത്രയല്ല. കുറച്ച് സമയം കഴിഞ്ഞ് പ്രശ്നമൊക്കെ സോൾവായി വീണ്ടും യാത്ര തുടർന്നു. പിന്നെ ഞങ്ങൾ വന്നത് തബൂക്ക് ഭാഗത്തുള്ള മരുഭൂമിയിലൂടെയാണ്. അവിടെയാണെങ്കിൽ വലിയ ഈത്തപ്പഴത്തോട്ടങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്, പച്ച നിറത്തിലുള്ള മരങ്ങൾ. മരുഭൂമിയിൽ പച്ചപ്പ് കാണുമ്പോൾ അത്ഭുതം പോലെ ഉണ്ടോ തോന്നിയത്. ശരിക്കും അത്ഭുതം ഉപ്പാ, കാരണം മരുഭൂമിയിലും ജീവനുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ എങ്കിലും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഞങ്ങളൊരു ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ അടുത്ത് ഇറങ്ങി. അവിടുന്ന് പുതുതായി എടുത്തൊരു ഈത്തപ്പഴം ഞങ്ങൾക്ക് കഴിക്കാൻ നൽകി. നല്ല ടേസ്റ്റായിരുന്നു, വളരെയധികം മധുരമുള്ളത്. പിന്നീട് സൗദി അറേബ്യയുടെ മരുഭൂമിയുടെ വഴികളിലൂടെ വന്ന് രാത്രിയാകുമ്പോൾ ഒരുപാട് സമയമാകുമ്പോൾ ഞങ്ങൾ എവിടെ കണ്ടെങ്കിലൊക്കെ ഒന്ന് നിൽക്കും. പള്ളിയുടെ അടുത്ത് കിട്ടുകയാണെങ്കിൽ അവിടെ താമസിക്കും. പക്ഷെ അവിടുത്തെ ആകാശം ഭൂമിയോട് വളരെയധികം അടുത്തതുപോലെ തോന്നും. പിന്നെ വലിയ വലിയ ഒട്ടകക്കൂട്ടങ്ങളും ഗ്രാമങ്ങളും പെട്രോൾ സ്റ്റേഷനുകളും അവയെല്ലാം കടന്ന് കുവൈത്ത് അതിർത്തിക്കടുത്തെത്തി. അപ്പോഴാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായത്. ഇനി കുറച്ച് സമയം മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, കുവൈത്ത് സിറ്റിയുടെ ഭാഗത്തേക്ക് പ്രവേശിച്ചപ്പോഴേ കാഴ്ചയൊക്കെ മാറി. മണൽ മരുഭൂമിക്ക് പകരം വലിയ റോഡുകളും ഉയർന്ന കെട്ടിടങ്ങളും ഒക്കെ കണ്ടു. കുവൈത്ത് ട്രവേഴ്സ് കാണാൻ തുടങ്ങി. അത് ശരി, കുവൈത്തിലെത്തി. അൽഹംദുലില്ലാ, നമ്മുടെ യാത്ര വിജയിച്ചു എന്ന് പറഞ്ഞപ്പോഴേ പടച്ച റബ്ബിനെ സ്തുതിച്ച് പള്ളിയിൽ കയറി നമസ്കരിച്ചു, സുന്നത്ത് നമസ്കരിച്ചു, അള്ളാഹുവിനെ സ്തുതിച്ചു. പക്ഷേ ഈ യാത്രയിലൂടെ മരുഭൂമിയുടെ വഴികളിലൂടെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, സന്തോഷങ്ങൾ, അത്ഭുതങ്ങൾ അതെല്ലാം ജീവിതത്തിലൊരു മറക്കാനാവാത്ത, പ്രത്യേകിച്ച് സഫീറിനെ ഒരു കഥ വേണമെങ്കിൽ എഴുതാം, റിസ്വാന വക്കീലിൻ്റെ പെണ്ണുകാണൽ എന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ ശരിക്കും ഉപ്പയും ചിരിച്ചു. പൊന്നു മോനെ, എന്തൊക്കെയാ പറയുന്നത്. അവർ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചും കളിച്ചും ഇരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് റിസ്വാന വക്കീൽ, റബ്ബേ പഠിച്ചോനെ, ഉപ്പാക്ക് ഇത്രമാത്രം ഫ്രണ്ട്ഷിപ്പാണോ ഇവരോട്, എന്തൊരു തമാശയും ചിരിയും കളിയാണ് റബ്ബേ. പക്ഷെ എൻ്റെ നെഞ്ചിൽ ചെറിയൊരു തീയാണ് പഠിച്ചോനെ. ഞാൻ സഫീറിനെ പറ്റിച്ചു എന്നെങ്ങാനും പറയോ, അവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാ, എൻ്റെ ഉപ്പാക്ക് തോന്നണേ റബ്ബേ, ഒരിക്കലും ഈ ഒരു കല്യാണം എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് വേണ്ടെന്ന്. അവർ സുഹൃത്തുക്കളായി കഴിഞ്ഞോട്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ അതാ അടുത്ത ഭക്ഷണമെല്ലാം ആ ഉമ്മ ഒരുക്കിയിരിക്കുന്നു. ഡൈനിങ് ടേബിളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. എന്നാൽ ആ സമയത്തും റിസ്വാന വക്കീൽ ചായയുമായോ വെള്ളവുമായോ ഒന്നും വന്നില്ല. അവർക്ക് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൽക്കാരം, ഈജിപ്തിൽ നിന്ന് എത്തിയ അതിഥികൾ, ശരിക്കും ആഷി ഉസ്താദും സഫീറും കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ തൽക്കാലം അവിടെ സർപ്രൈസായി കിടക്കട്ടെ എന്നും ആഷി ഉസ്താദ് വിചാരിച്ചു. അങ്ങനെ അത് അവരെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഉമ്മ വിളിക്കുന്നു. മക്കളെ ഇങ്ങോട്ട് പോരിട്ടോ ഭക്ഷണം കഴിക്കാൻ. വീട്ടിലെ വലിയ ഡൈനിങ് ഹാളിൽ ഒരു അത്ഭുതകരമായ കാഴ്ച തന്നെ ഉമ്മ ഒരുക്കിയിരിക്കുന്നു. അത് ഒരുക്കിയത് റിസ്വാന വക്കീലിലെ ഉമ്മ തന്നെയായിരുന്നു. വലിയ ഡൈനിങ് ടേബിളിൽ മുഴുവനും ഭക്ഷണങ്ങളാൽ നിറഞ്ഞിരുന്നു. ടേബിളിൻ്റെ ഒരു വശത്ത് അറേബ്യൻ ഡിഷുകൾ നിരന്നു. വലിയ പാത്രത്തിൽ കബ്സയും അതിന് സുവർണ്ണ നിറമുള്ള ചിക്കനും, തൊട്ടടുത്തായിട്ട് മന്തി റൈസ്. അതിൻ്റെ മണം മാത്രം മതിയായിരുന്നു വിശപ്പ് കൂട്ടാൻ. അതിനരികിൽ ഹുമ്മസ്, മുത്തബക്ക്, ഫത്തൂഷ് സാലഡ്, ഒരു വലിയ തളികയിൽ തിളങ്ങുന്ന ഈത്തപ്പഴങ്ങൾ. മറ്റൊരു വശത്ത് കേരള ഫുഡുകൾ, ചൂടുള്ള പത്തിരിയും നന്നായി തയ്യാറാക്കിയ ചിക്കൻ കറിയും പഴംപൊരിയും ഉന്നക്കായും സമൂസയും കായപ്പൊരിയും. അങ്ങനെ മധുര പലഹാരങ്ങളിൽ അൽഫാം മുതൽ സ്റ്റൈൽ കുനാഫ, കൂടാതെ പായസം വരെ. ടേബിളിൻ്റെ നടുവിൽ വലിയ ഗ്ലാസ് ജാറുകളിൽ വിവിധ നിറത്തിലുള്ള ഡ്രിങ്ക്സുകളും. എല്ലാം ചേർന്നപ്പോൾ ഡൈനിങ് ടേബിൾ ഒരു വിരുന്നിൻ്റെ ഉത്സവം പോലെ തോന്നി. ആഷി ഉസ്താദും സഫീറും ഒരു നിമിഷം ഞെട്ടിപ്പോയി.
ഈജിപ്തിൽ വന്നതിന് ശേഷം ഇത്രക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഞങ്ങൾ കണ്ടിട്ടേയില്ല. സഫീർ ഒന്ന് ഞെട്ടി പറഞ്ഞു, ഉസ്താദ് ഇത് ഭക്ഷണം തന്നെയാണോ? ഇത് എത്രമാത്രമാണ്? ഇതിപ്പോൾ എങ്ങനെ ഇത്രയധികം ഭക്ഷണം? ആഷു ഉസ്താദ് ചിരിച്ചു. അത് കേരളക്കാരുടെ വീട്ടിൽ വന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. റിസ്വാന വക്കീലിൻ്റെ ഉമ്മ സ്നേഹത്തോടെ പറഞ്ഞു, മക്കളെ ഒന്നും നാണിക്കണ്ട, ഇരിക്കേ, ആദ്യം കുറച്ച് കഴിച്ചു നോക്കി, എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കി. എന്നാൽ സഫീർ ഒരു ഗ്ലാസ് ഉമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ജ്യൂസ് എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കുടിച്ചു. അല്ലാ, വല്ലാത്ത രുചി തന്നെയാണ്. ആഷു ഉസ്താദിൻ്റെ മുഖത്തേക്ക്, എന്താ മക്കളെ കഴിക്കും നിങ്ങൾ? അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിനുള്ളിൽ ചെറിയൊരു നിശബ്ദത പടർന്നു. ഉപ്പ പറഞ്ഞു, മക്കളെ കഴിക്കേ. അപ്പോൾ ഉപ്പ കുറച്ചുയർന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, മോളെ ഋഷിമോൾ, ഇവിടെ വാ മോളെ. അവിടെ ഇരുന്നവരുടെ കണ്ണുകളെല്ലാം വാതിലിലേക്ക് തിരിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ ആരും വന്നില്ല. പിന്നീട് പതുക്കെ ഒരു പെൺകുട്ടി വാതിലിൻ്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ നാണിച്ചുകൊണ്ട് നടന്നു വരികയായിരുന്നു. അവളുടെ മുഖം അവൾ ഷാളുകൊണ്ട് മറച്ചിരിക്കുന്നു. അവളുടെ നടപ്പ് വളരെ ശാന്തമായിരുന്നു. സഫീർ പതുക്കെ ആഷു ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ അങ്ങോട്ട് നോക്കി നിങ്ങൾ. ആഷു ഉസ്താദ് ചെറുതായെന്ന് ചിരിച്ചു. അറിഞ്ഞിട്ടില്ല, അറിഞ്ഞാലേ തട്ടം പൊക്കും. അറിഞ്ഞിട്ടില്ല, അവിടെ കിടക്കട്ടെ സർപ്രൈസായിട്ട്. മോൾ പതുക്കെ ഡൈനിങ് ഹാളിലേക്ക് നടന്നു വന്നു. അവൾ തല താഴ്ത്തി തന്നെ നിന്നു. റിസ്വാന വക്കീലിൻ്റെ ഉമ്മ പറഞ്ഞു, മോളെ അതിഥികൾ വന്നിട്ട് ഇങ്ങനെയാണോ പൊന്നു മോളെ? ഒന്ന് തല പൊക്കി, ഒന്ന് തട്ടൊക്കെ മാറ്റിയിട്ട് ഒന്ന് നോക്കിക്കേ. ഋഷിമോൾ പതുക്കെ അവരുടെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടി ഒരുങ്ങി. എന്നാൽ പെട്ടെന്ന് ആഷു ഉസ്താദ് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഒരു നിമിഷം അവൾ പതുക്കെ വഅലൈക്കും അസ്സലാം. അവൾ വളരെ നാണിച്ചിരിക്കുകയായിരുന്നു. ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോൾ ഇവിടെ ഇരിക്കേ. എന്നാൽ അവൾ തട്ടം മുഖത്ത് നിന്ന് മാറ്റാതെ തന്നെ അവിടെ ഇരുന്നു. ഡൈനിങ് ടേബിളിലെ പലഹാരങ്ങളും ഭക്ഷണങ്ങളും അവളുടെ മുമ്പിൽ നിറഞ്ഞു. പക്ഷേ അവൾ അതിലേക്കൊന്നും നോക്കുന്നില്ല. മോളെ ആ തലയൊന്ന് മാറ്റിക്കേ ഉമ്മാൻ്റെ കുട്ടി. ഉമ്മ തന്നെ അവളുടെ ഷാള് കുറച്ച് മാറ്റി. എന്നാൽ ആ നിമിഷം ആഷി ഉസ്താദും സഫീറും ഞെട്ടിപ്പോയി. സഫീർ ശരിക്കും റബ്ബേ 14 രാവ് ഉദിച്ചു നിൽക്കുന്നത് പോലെ തൻ്റെ പെണ്ണ് തല താഴ്ത്തിരിക്കുകയാണല്ലോ. എന്നാൽ ഉസ്താദ് പറഞ്ഞു, ഇത്രയധികം ഭക്ഷണം കണ്ടിട്ടായിരിക്കും. എന്നാൽ ആ ഉസ്താദിൻ്റെ ശബ്ദം എവിടെയോ ഒരു കേട്ട പോലെ അവൾക്ക് തോന്നി. പക്ഷെ ഉപ്പയുടെ കൂട്ടുകാരാണ്, പെണ്ണ് കാണാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നിട്ടിപ്പോൾ എല്ലാവരും അത് കേട്ടപ്പോൾ ചിരിച്ചു. ആ നിമിഷം വീട്ടിൽ സന്തോഷകരമായൊരു അന്തരീക്ഷം ഉണ്ടായി. ആ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും അറേബ്യൻ ഭക്ഷണവും കേരളത്തിൻ്റെ രുചിയും കുടുംബത്തിൻ്റെ സ്നേഹവും ഒന്നായി ചേർന്നു. അത് കാണുന്നവർക്ക് ഹൃദയം നിറക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. എന്നാൽ ഈ സമയം ടേബിളിനരികിൽ ആഷി ഉസ്താദും സഫീറും റിസ്വാന വക്കീലിൻ്റെ ഉമ്മയുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഉപ്പ അല്പം രസികനാണ്, ഇടയ്ക്കിടെ ഒരു തമാശ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കറിയാതെ ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആ ഒരു പെണ്ണിൻ്റെ ഹൃദയം ശക്തമായി ഇടിക്കുന്നുണ്ടായിരുന്നു. അത് റിസ്വാനയുടെ ഹൃദയമായിരുന്നു. അവളെ വിളിച്ചപ്പോൾ അവൾ സങ്കടത്തോടു കൂടിയും അല്പം നാണത്തോടു കൂടിയാണ് അങ്ങോട്ട് കടന്നു വന്നത്. പിന്നെ ഉമ്മയും ഉപ്പയും വിളിക്കുമ്പോൾ ഉപ്പാൻ്റെ സുഹൃത്തുക്കളല്ലേ എന്നും അവൾ വിചാരിച്ചു. മുഖം തട്ടം കൊണ്ട് മറച്ചതായിരുന്നു. അവൾ പതുക്കെ ആ ഒരു വിളി കേട്ട ഭാഗത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നു. അത് സലാം പറഞ്ഞപ്പോൾ ശരിക്കും നല്ല പരിചയമുള്ള ശബ്ദം പോലെ. പക്ഷെ അവളുടെ ചെവികൾ ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ആ ശബ്ദത്തിൽ ഒരു ശബ്ദം അവൾക്ക് വളരെയധികം പരിചിതമായിട്ട് തോന്നി. അവളുടെ ഹൃദയം പെട്ടെന്ന് വേഗത്തിലിടിക്കാൻ തുടങ്ങി. ഈ ശബ്ദം അവൾ മനസ്സിൽ പറഞ്ഞു എവിടെയോ കേട്ടിട്ടുണ്ട്. അവൾ പതുക്കെ തല ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ ലജ്ജയും ഭയവും അവളെ തടഞ്ഞു. അവൾ വീണ്ടും ആ ശബ്ദം കേട്ടു. എന്നാൽ ആഷി ഉസ്താദ്, അത് ശരിക്കും അവൾക്ക് ആ ചിരി കേട്ടപ്പോൾ റിസ്വാനയുടെ ഹൃദയം വേഗത്തിലിടിക്കാൻ തുടങ്ങി. അല്ലാ, ഇത് പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത്. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, തൊട്ടടുത്തായിട്ട് സഫീർ. അവൾ ആശയക്കുഴപ്പത്തിലായി. റബ്ബേ, ഇതിപ്പോൾ ഇതെങ്ങനെ സാധിക്കും? അവൾ പതുക്കെ കണ്ണുകൾ ഒന്നും കൂടി ഉയർത്തി നോക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ആഷി ഉസ്താദ് അവളെ നോക്കി വിളിച്ചു, മോളെ റിസ്വാന. ആ വിളി അവളുടെ ഹൃദയത്തിലേക്ക് ഒരു മിന്നൽ പോലെ എത്തി. അത് അവൾക്കറിയാവുന്ന അവളുടെ ഉസ്താദിൻ്റെ ശബ്ദം തന്നെയായിരുന്നു. അവളൊരു സ്വപ്നമാണെന്ന് തോന്നിപ്പോയി. അവൾ അതായിരുന്നു ആഗ്രഹിച്ചതും. അവൾ വിറച്ചു. പിന്നീട് അവളുടെ
മുഖത്തെ തട്ടം നീക്കി അവൾ തല ഉയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ ആഷി ഉസ്താദിനെ കണ്ട നിമിഷം അവൾ ഞെട്ടിത്തരിച്ചുപോയി. റബ്ബേ, അവളുടെ മനസ്സിൽ ആ വിളി മുഴങ്ങി, എൻ്റെ ഉസ്താദ്. അവൾ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അവൾക്ക്. അവൾ ഉടനെ തന്നെ മറുവശത്തേക്ക് നോക്കി. അവിടെ ഇരിക്കുന്നത് സഫീർ തന്നെയാണോ എന്നവൾ ഒന്നുകൂടി നോക്കി. അവൻ്റെ ആ മുഖത്ത്, അത് ആ ചുവന്നു തൊടുത്ത മുഖത്ത് ഒരു പുഞ്ചിരി. റിസ്വാനയുടെ ഹൃദയം സന്തോഷത്തിൽ നിറഞ്ഞു. റബ്ബേ, ഇത് സത്യമാണോ? അവൾ കുറച്ചു നിമിഷം ഒന്നും സംസാരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. അവളുടെ മുഖത്ത് ഒരു വലിയ ചിരി വിടർന്നു. സഫീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, റിസ്വാന വക്കീൽ, ഇപ്പോൾ തിരിച്ചറിഞ്ഞോ നമ്മളെ? അവൾ പതുക്കെ തലകുലുക്കി. ഉസ്താദ്, സഫീർ, ഇതെങ്ങനെ സംഭവിച്ചു? ഉപ്പ, ഞാൻ കാണുന്ന സ്വപ്നമാണോ? അവളുടെ ശബ്ദം വിറച്ചു. നിങ്ങളാണോ എന്നെ പെണ്ണ് കാണാൻ വന്നത്? എല്ലാവരും അത് കേട്ട് ചിരിച്ചു. ആഷി ഉസ്താദ് സ്നേഹത്തോടെ പറഞ്ഞു, അതേ മോളെ, നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു. അല്ലാ, ഇത്രയും ദിവസം ഞാൻ ടെൻഷനായത്. റിസ്വാനയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അത് ദുഃഖത്തിൻ്റെ കണ്ണുനീരല്ലായിരുന്നു, സന്തോഷത്തിൻ്റെ കണ്ണുനീർ. അവൾ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഉസ്താദേ. എന്നാൽ സഫീർ, ഞങ്ങൾ വിചാരിച്ചു ഇത് നീ ഞങ്ങളെ മുഖത്തേക്ക് നോക്കില്ല, ഇനിയിപ്പോൾ ഞങ്ങൾ ഇഷ്ടമില്ലായിട്ടാണോ എന്നിവരെ വിചാരിച്ചിട്ടോ. എന്നാൽ റിസ്വാന അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ശരിക്കും അവളുടെ മുഖം നാണത്താൽ കുനിഞ്ഞു. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നാണ്. ആ നിമിഷം, ആ വീട്ടിലെ അന്തരീക്ഷം കൂടുതൽ സന്തോഷകരമായി. റിസ്വാനയുടെ മനസ്സ് സന്തോഷത്തിൽ നിറഞ്ഞു. കാരണം അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല തൻ്റെ ഉസ്താദും തൻ്റെ പരിചിതനായ സഫീറും ഇങ്ങനൊരു തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ ബന്ധവുമായി വരുമെന്ന്. ഇതായിരുന്നു ആ സർപ്രൈസ്. ഉപ്പയുടെ കൂട്ടുകാരെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ആ നിമിഷം അവളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ആ മനോഹര ഓർമ്മയായി മാറിയത്. സന്തോഷം കൊണ്ട് അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. പെട്ടെന്ന് അവൾ ഉളൂഹ ചെയ്ത് നേരെ നിസ്കാരപ്പായയിലേക്ക് പോയി. അല്ലാഹുവേ റഹ്മാനെ, നീ എത്ര കാരുണ്യവാനാണ്. റിസ്വാന വക്കീൽ കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ റഹ്മാനെ, നീ റഹ്മാനും റഹീമുമാണ്. അല്ലാഹുവേ പഠിച്ചോൻ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിച്ചല്ലോ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.